കേരളത്തിന്റെ ധൂർത്തുപുത്രനാണ് പിണറായി വിജയനെന്ന UDF കൺവീനർ MM ഹസൻ. വാർഷികാഘോഷം ധൂർത്ത് ആണെന്നും 9 വർഷ ഭരണത്തിന്റെ 4ാം അടിയന്തരമെന്നും അദ്ദേഹം വിമർശിച്ചു. വികൃതമായ മുഖ്യമന്ത്രിയുടെ മുഖം ചായം തേക്കാനാണ് ഇത്രയും കോടി മുടക്കുന്നത്. 100 കോടി ചെലവഴിക്കുന്നതിൽ എന്ത് ന്യായീകരണമെന്നും അദ്ദേഹം ചോദിച്ചു. 8 ലക്ഷം 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ 4ാം വാർഷികത്തിന് 100 കോടി രൂപ ചിലവാക്കാൻ പോകുന്നു. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരും ഇന്ന് കഷ്ടപ്പെടുമ്പോൾ, ദുരിതമനുഭവിക്കുമ്പോൾ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആശാ വർക്കർമാർ അവരുടെ തുച്ഛമായ ഓണറേറിയത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ, വനിതാ റാങ്ക് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ ജോലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മറുപടി സ്ഥിരം മറുപടിയാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതിനൊന്നും അനുവദിക്കുന്നില്ല. അവരൊക്കെ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, കണ്ണീരൊഴുക്കുമ്പോൾ, എല്ലാത്തിനും എന്തിനും ഏതിനും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഞ്ഞപ്പാട്ട് പാടുന്ന ഈ സർക്കാർ 100 കോടി ചെലവെടുത്ത് 4ാം വാർഷികം നടത്തുന്നത് ധൂർത്താണ്. ഇത് പാഴ്ചിലവാണ്, ഇത് ധൂർത്താണ്. തകർന്ന തറവാട്ടിലെ ഒരു കാരണവരുടെ സ്ഥാനത്താണ് ഈ കടം കയറി മുടിഞ്ഞ കടബാധ്യത കൊണ്ട് മുടിഞ്ഞ ഒരു സർക്കാരിൻ്റെ ഒരു ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു കാരണവരുടെ സ്ഥാനത്താണ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. 9 വർഷത്തെ ഭരണത്തിൻ്റെ 4ാം അടിയന്തരമാണ് യഥാർത്ഥത്തിൽ 4ാമത്തെ അടിയന്തരം വാർഷികം എന്ന് പറയുന്നതിനേക്കാൾ. അതിന് 100 കോടി രൂപ ചിലവഴിക്കും. CPM പ്രവർത്തകർ പലപ്പോഴും പിണറായിക്ക് വാഴ്ത്തുപാട്ട് പാടുമ്പോഴും മുദ്രാവാക്യം വിളിക്കുമ്പോഴും അവർ വിളിക്കാറുണ്ട്, കേരളത്തിൻ്റെ വീരപുത്രൻ സഖാവ് പിണറായി വിജയൻ നയിക്കട്ടെ. ഞാൻ പറയുന്നു, കേരളത്തിൻ്റെ ധൂർത്തുപുത്രനായ പിണറായി വിജയൻ ഈ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന് 100 കോടി ചെലവഴിക്കുമ്പോൾ അദ്ദേഹത്തെ ഈ ശീതീകരിച്ച പന്തലുകളിലേക്ക് ആനയിക്കുമ്പോൾ ജനങ്ങൾ വിളിക്കും, കേരളത്തിൻ്റെ ധൂർത്തുപുത്രന് സ്വാഗതം. ഇവിടെ അഴിമതി, കെടുകാര്യസ്ഥത, ധൂർത്തും കൊണ്ട് വികൃതമായ ഈ സർക്കാരിൻ്റെ മുഖം, മുഖ്യമന്ത്രിയുടെ മുഖം, അതിന് ചായം തേച്ച് ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനല്ലേ 500 കോടി ഫ്ലക്സ് ബോർഡ്, ഇതൊക്കെ പരസ്യത്തിന് വേണ്ടി 25 കോടി രൂപയാണ് ചിലവാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കേരളം ഇത്രയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ കേരളത്തിലെ 60 ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കുടിശ്ശികയാണ്. ആളുകളെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആശുപത്രിയിൽ മരുന്നില്ല, സപ്ലൈകോയ്ക്ക് സാധനം വാങ്ങിക്കാൻ പണം കൊടുക്കാനില്ല. അപ്പോഴാണ് 100 കോടി രൂപ ചെലവഴിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ്? 25 കോടി രൂപ പരസ്യത്തിന്. തീർന്നില്ലല്ലോ. ഈ ജർമ്മൻ ഹാങ്കറുകൾ കൊണ്ടുവന്ന് പടുകൂറ്റൻ ഒരു എയർ കണ്ടീഷൻ പന്തലിന് 3 കോടി, 14 ജില്ലയിലേക്ക് 42 കോടി രൂപയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി എല്ലാത്തിനും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതാണല്ലോ ഊരാളുങ്കൽ സൊസൈറ്റി, അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ഖജനാവിൽ നിന്ന് 69.56 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചിലവഴിക്കും. അവരൊക്കെ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഇട്ട് കൊടുത്തിരിക്കുക. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചിലവഴിക്കും. ഇതെല്ലാം കൂടി 100 കോടി രൂപ. ഈ 100 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന സർക്കാർ വാർഷികത്തിൽ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംവാദത്തിന്. എങ്ങനെയാണ് ആളുകളെ ക്ഷണിക്കുന്നത്? പാർട്ടി ഓഫീസുകൾ വഴി ക്ഷണക്കത്ത് കൊടുക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ. ആരാ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ? ഈ സർക്കാരിന് വാഴ്ത്തുപാട്ട് നടത്തുന്ന ആളുകൾ, കാര്യസാധ്യത്തിന് വേണ്ടി വരുന്ന മുതലാളിമാർ, സർക്കാരിന് വേണ്ടി വല്ലാതെ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്ന സാഹിത്യ നായകൻ സെലക്ട് ചെയ്ത് വിളിക്കുക. സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ആരെയും വിളിക്കുകയില്ല. അവർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ചോദിച്ചിരിക്കുക. അവരെയാണ് ക്ഷണിക്കാൻ പോകുന്നത്. എന്ത് സംവാദമാണ്?